ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യകുട്ടിയെ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാൻ ഒരുങ്ങിയിരിക്കുവാണ് കേട്ടോ. അമ്മയെ ഒരുങ്ങിയിരിക്കുവാണ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ആദ്യകുട്ടീനെ ഫിസിയോതെറാപ്പി സെൻറ്ററിലൊക്കെ കൊണ്ടേ ആക്കിയിട്ട് എനിക്ക് ഡോക്ടറെ കാണണം കേട്ടോ, ഓർത്തോ ഡോക്ടറെ കാണണം. അവിടുത്തെ സൂപ്രണ്ടാണ്. അപ്പോൾ ഇന്ന് കാണേണ്ട ഡേറ്റാണ്, കാണണം. ഗുളിക തീർന്നു, ഇന്നലെ കൊണ്ട് തീർന്നപ്പോൾ ഇന്ന് വേദനയായി തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളത്തേക്ക് ഗുളിക കഴിക്കണം, ഗുളിക മുടക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് വേദനയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോയി കാണിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ആദൂട്ടി അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് അല്ലേ, ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ആദൂട്ടിയുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അന്ന് നമ്മൾ പോയില്ല കേട്ടോ, പോകാൻ പറ്റിയില്ല. ആദൂട്ടിനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, നടന്നില്ല. അതെന്നായിരിക്കും എന്നറിയില്ല. ചിലപ്പോൾ ഇന്നാവോ താഹറാൻഡി പോകുന്നതെന്ന് അറിയില്ല. താഹറാൻഡി എന്നാണ് പോകുന്നത് അന്ന് ആദൂട്ടിയും പോകും കേട്ടോ. അപ്പൂസും ആദൂട്ടിയും കൂടി സ്കൂളിൽ പോകുവേ. ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ, ചില ദിവസം ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയല്ല, ഭയങ്കര തിരക്കായിരിക്കുവേ രാവിലെ. ഇപ്പം മക്കളെയും കൂടി വിടുന്നതുകൊണ്ട് പറയുകയും വേണ്ട. ഇതിപ്പോൾ അവർക്കെല്ലാം ചോറെല്ലാം എടുത്തു കൊടുത്തെല്ലാം കഴിയുമ്പോഴത്തേക്ക് 9:15 പിന്നെ ആദൂട്ടിക്ക് ഫുഡ് കൊടുത്ത് ആദൂട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് തെറാപ്പിക്ക് പോകേണ്ടതുകൊണ്ട് ഇന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ, അല്ലേ? ആദൂട്ടി പിന്നെ ഇന്ന് വലിയ കച്ചറയൊന്നുമില്ല, നല്ല കൊച്ചായി ഡീസൻ്റായി ഇരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല. ആദൂട്ടിക്ക് എളുപ്പമാണ്. അതുകൊണ്ട് കച്ചറയൊന്നുമില്ല, നല്ല കൊച്ചായതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, നല്ല കോട്ടൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് അല്ലേ സുന്ദരനാക്കി. നാളത്തെ വീഡിയോയ്ക്ക് ആദൂട്ടിയുടെ മാളു ചേച്ചിയും ഉണ്ണിക്കുച്ചേട്ടനും എല്ലാവരും ഉണ്ടാവും കേട്ടോ, അല്ലേ? എല്ലാവരെയും കൊണ്ടായിരിക്കും ഞങ്ങൾ വരുന്നത്. ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച്. ഇനിയിപ്പം അന്ന് ദിവസം ഞാൻ ഡോക്ടറെ കാണാൻ പറ്റാണ്ട് 2 ദിവസം മരുന്ന് നിർത്തിയായിരുന്നു. 2 ദിവസം മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പോയി ഇറങ്ങി പോവാണ്. ഭയങ്കര വേദനയായി പോയി കേട്ടോ, നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത വേദനയായി പോയിട്ട് പിന്നെ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടാണ് മാറിയത്. ഒന്നിപ്പോൾ ഇഞ്ചക്ഷൻ വെക്കണ്ട, പക്ഷെ വേദനയുണ്ട് കേട്ടോ. ഇന്നലെ തൊട്ട് വേദനയായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വയ്യാഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ലൈവ് വരാത്തത്. ആദൂട്ടിനെ എടുത്തിട്ട് ഇരിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് നമ്മൾ മ്യൂട്ട് ലൈവൊക്കെ ഇട്ട് പോകുന്നത്. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ. നമുക്കിതുകൊണ്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ കേട്ടോ. മുതൽ അതെ അമ്മ തരാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ എനിക്ക് എന്തെങ്കിലും മോന്ത ഇന്നലെ വാടി വന്നാലും ഉമ്മ തരൂ കേട്ടോ. അപ്പം ആദൂട്ടി ഇന്ന് സ്കൂളിൽ പോയി ഓടിക്കളിക്കേണ്ട പ്രായമാണ്. 7 വയസ്സ് കഴിഞ്ഞ് 3-ാം ക്ലാസ്സിൽ എത്തേണ്ട പ്രായം. 3-ാം ക്ലാസ്സുകാരനാണ് ഈ കയറി ഇരിക്കുന്നത് കേട്ടോ, അല്ലേ? ടീച്ചറോട് എത്ര അടി വാങ്ങേണ്ട സമയമാണെന്നറിയാവോ? ടീച്ചറോട് പിടിച്ചിട്ടൊക്കെ എത്ര അടി വാങ്ങേണ്ട സമയമാണെന്നറിയാവോ അമ്മയുടെ അടിയിൽ കയറി ഇരിക്കുന്നത്. അപ്പോൾ ആദൂട്ടീനെ ഇവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. എനിക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, ആദൂട്ടീനെ സ്പെഷ്യൽ സ്കൂളുണ്ട്, സ്പെഷ്യൽ സ്കൂളിലാക്കി കൂടെയെന്ന് ചോദിച്ചു. അപ്പം ആദൂട്ടീനെ സ്പെഷ്യൽ സ്കൂളിലാക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടീനെ സ്പെഷ്യൽ സ്കൂളിലാക്കുമ്പോൾ ആദൂട്ടി വീൽ ചെയറിലൊന്നും അങ്ങനെ സ്വന്തമായിട്ട് നമ്മുടെ സപ്പോർട്ട് ഉണ്ട് ഇരിക്കും, അല്ലാതെ ഇരിക്കുകയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സ്കൂളിൽ വരുന്ന മക്കളെല്ലാം ഒരേപോലത്തെ മക്കളായിരിക്കുമല്ലോ. അന്നേരം ആദൂട്ടീനെ എടുത്തുകൊണ്ട് അവർ ഓടിക്കളയും കേട്ടോ. അതുകൊണ്ട് പണ്ടൊരു അനുഭവം നമുക്കുണ്ട്. ആദൂട്ടീനെ കൊണ്ടുപോയി ഇരുത്താൻ നോക്കിയിട്ട് അതൊന്ന് ആരെങ്കിലും ഒഴിച്ചു വയ്ക്കുമോ. ആദൂട്ടിയുടെ അച്ഛനോടെ ആദൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാരെങ്കിലും ഒന്ന് എടുത്ത് വയ്ക്കുമോ എന്ന് ചോദിച്ചത്. ഞങ്ങളിന്ന് ഒരുപാട് താമസിച്ചു പോയി. അപ്പോൾ വീഡിയോ നമുക്കില്ലാതിരിക്കാൻ പറ്റിയല്ല, നമ്മുടെ വീഡിയോ ഒന്നും ഇട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. നമ്മളൊരു സ്കൂളിൽ പോയി ആദൂട്ടിനെ അവിടെ കിടത്തിയപ്പോൾ ആദൂട്ടിനെ കാലേ വലിച്ചുകൊണ്ട് പോയ അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് ആദൂട്ടിനെ അവിടെ നമുക്ക് ആക്കാൻ പറ്റിയല്ല. എല്ലാ മക്കളും അവിടെ ഒരുപോലെയാണ് കേട്ടോ, എല്ലാ മക്കളും ഒരുപോലെയാണ്. നമുക്കൊരു അങ്ങനെ ആ മക്കൾ കാണിക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ മക്കളുടെ അവസ്ഥയൊക്കെ നമുക്കല്ലേ, നമ്മളെപ്പോലെ ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദൂട്ടിനെ സ്പെഷ്യൽ സ്കൂളിൽ വിടത്തില്ലേന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദൂട്ടിനെ സ്പെഷ്യൽ സ്കൂളിൽ വിടാൻ പറ്റിയല്ല. പിന്നെ ആദൂട്ടിനെ സ്പെഷ്യൽ സ്കൂളിൽ വിട്ടിട്ടുണ്ടെങ്കിലും വേറൊരു കാര്യം പറയാം, ഇനിയിപ്പോൾ അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ആദൂട്ടിനെ അങ്ങനെ വിടാൻ പറ്റത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ആദൂട്ടിക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ ഞാൻ കൊടുക്കണം, എന്ത് ഭക്ഷണം വേണേലും ഞാൻ വേണം ആദൂട്ടിക്ക് കൊടുക്കാൻ. അപ്പം അങ്ങനെ ആദൂട്ടിനെ സ്പെഷ്യൽ സ്കൂളിലൊന്നും വിടാനൊന്നും അമ്മയ്ക്ക് പറ്റത്തില്ല. പിന്നെ ഒരു 5 മിനിറ്റ് പുറങ്ങുമ്പോൾ അല്ലാതെ ഞാൻ ആദൂട്ടിയായിട്ട് മാറിയിരിക്കുകയല്ല കേട്ടോ. പിന്നെ ആദൂട്ടി അസുഖമൊക്കെ മാറിയിട്ട് സ്കൂളിൽ പോട്ടേന്നേ, അന്നേരം പോയാൽ മതി, അല്ലേ? സ്വന്തമായിട്ട് ആദൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അന്നേരം ആദൂട്ടിനെ സ്കൂളിൽ വിടും. അതുവരെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ആദൂട്ടിനെ റെഡിയാക്കി എടുക്കും. കണ്ടോ,
വിടിയലെന്ന് പറഞ്ഞ എൻ്റെ സ്നേഹം. ഇത് സ്കൂളിലൊന്നും ടീച്ചർമാർക്ക് തല്ലാനൊന്നും ആദൂട്ടീനെ അമ്മ വിടിയല. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നേ. മതി ഉമ്മ മതി ഉമ്മ മതി. ഇതാണ് കേട്ടോ, രാവിലെ എണീറ്റാൽ ഒരു ലോഡ് ഉമ്മ തരും. അപ്പം രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ആദൂട്ടീൻ്റെ ഉമ്മ വേണ്ടവരാരും കൊണ്ട് പോരാ. ആദൂട്ടി വീട്ടിൽ നിന്ന് ഉമ്മ തരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ആദൂട്ടിനെ സ്കൂളിൽ വിടാത്തത്. ആദൂട്ടിക്ക് വെള്ളം കൊടുക്കണേ വേണം. പിന്നെ ഞാൻ കൊടുക്കുന്ന പോലെ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ആരും കൊടുക്കുകയല്ലോ. പിന്നെ എനിക്കല്ലേ ആദൂട്ടിക്ക് എന്തോരം ഫുഡ് വേണം, എന്തോരം വെള്ളം വേണം, ഏതൊക്കെ സമയത്താണ് കൊടുക്കുന്നതെന്നൊക്കെ അറിയത്തുള്ളൂ. അപ്പം എന്നെപ്പോലെ നോക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റിയല്ല. അതുകൊണ്ട് ആദൂട്ടിനെ ഞാൻ വിടിയല. പിന്നെ ഇവിടെയൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലൊക്കെ അല്ലാതെ സ്കൂളിലോ അങ്ങനെയൊന്നും ആദൂട്ടിനെ വിടില്ല. എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയല്ല കേട്ടോ ഇപ്പോഴൊക്കെ വിടുന്ന കാര്യമൊന്നും. അതാണ് അതിനുള്ള മറുപടി. ആദൂട്ടിനെ വിടാൻ പറ്റിയതൊന്നും വീൽ ചെയറിലല്ലാത്ത ചെയറിൽ എത്തിപ്പോൾ കൊണ്ടുപോകത്തില്ല എന്നാണ് ചോദിച്ചത്. അതൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്കൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഇതാഴ്ച കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം വേണം അങ്ങനെയൊക്കെ പറയുന്ന മക്കളെയല്ലേ നമുക്ക് വിടാൻ പറ്റുള്ളൂ. ആദൂട്ടിനെ പോലെയുള്ളവരൊന്നും വിടാൻ പറ്റില്ല. പിന്നെ ആദൂട്ടിനെ ആഴ്ചയിൽ ഒന്നോട്ടിന് സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടെ പോയിരിക്കും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഞാനും കൂടെ പോയിരിക്കും. അന്നേരം ആ മക്കളുടെ കൂടെയായിട്ട് ഇടപഴകുമ്പം ആദൂട്ടിക്ക് ഒത്തിരി മാറ്റം വരും. അല്ലെങ്കിൽ ഇപ്പം ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്യുകയല്ലോ, അങ്ങനെ ഒരു വിശ്വസിച്ചാണ്. ദൈവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പം ആദൂട്ടിക്ക് എന്താണോ ദൈവം കരുതി വെച്ചേക്കുന്നത് അത് വരും. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, ആദൂട്ടിനെ ഓടി നടത്തുക. ഒരമ്മ ഇന്ന് വിചാരിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ആദൂട്ടി സൂളി നടന്നൊക്കെ പോകുമ്പോൾ ആദൂട്ടി സൂളി പോകുള്ളൂ, അല്ലാതെ അമ്മ വിടത്തില്ല. ഇപ്പോൾ ഒന്നും അമ്മേനെ വിട്ടിട്ട് അമ്മ എവിടെയും വിടത്തില്ല. കുഞ്ഞിക്കള്ളനും ആദൂട്ടിക്ക് വിശക്കോ ദാഹിക്കുകയോ ഒക്കെ ചെയ്യുമോ. അപ്പം അമ്മച്ചി പേടിയാണ്. എൻ്റെ മോന് വിശന്നാലും അമ്മ എന്ത് ചെയ്യും? അമ്മ എങ്ങനെ അറിയും? അതിങ്ങനെ കടഞ്ഞാൽ അമ്മ എങ്ങനെ അറിയും? ഇങ്ങനെ ആദൂട്ടി എന്ന് വെച്ചാൽ അമ്മ എങ്ങനെ അറിയും? അപ്പം സ്പെഷ്യൽ സ്കൂളിൽ വിടാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ. എനിക്ക് അതിൽ കൂടി ഞാൻ വിടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കതങ്ങനെ ഒത്തിരി ഇതായിട്ട് എഴുതിയിടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ആദൂട്ടിനെ വിടാൻ പറ്റിയെന്ന് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പോകും. ആദൂട്ടി ഫുഡ് കഴിച്ചു, അമ്മ കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ കഴിക്കണം എന്ന് വിചാരിച്ചൊക്കെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആദൂട്ടി അങ്ങനെ ദോശയൊക്കെ കഴിച്ച് സുന്ദരനൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ക്ഷീണം വരും, ഉറക്കമാകും. അതാണിപ്പോൾ അയ്യോ നമ്മൾ രണ്ടും മാച്ചി. അയ്യോ ഞാനത് കണ്ടില്ല, നീ ഉണ്ടായിരുന്നോ? മാച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് നീലയാണ് കേട്ടോ. അയ്യോ ഞങ്ങൾ രണ്ടും അറിയാതെ കുച്ചിക്ക് കളറായി പോയി. എന്താ ചെയ്യും? കൊച്ചിന് സന്തോഷമായോ? കൊച്ചിന് സന്തോഷമായിരുന്നു. കൊച്ചിന് എപ്പോഴും എൻ്റെ മോന്തയിലേക്ക് നോക്കി വർത്താനം പറഞ്ഞിരുന്നാലും ഒരു സമാധാനം ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മാച്ചിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. എല്ലാവരും കണ്ടായിരുന്നോ ഞങ്ങൾ മാച്ചിയൊക്കെ ഇട്ടത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഇടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താഴെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും അതിൻ്റെ ഉമ്മ ടാറ്റ ബൈ ബൈ.